Page number 76 first question. Given that 1234 into 56 equals 69,104. Find the answers to the following problems without actual multiplication. അപ്പോൾ ഇവിടെ 4 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ചുവടെ കൊടുത്തിരിക്കുന്ന കണക്കുകളുടെ ഉത്തരം ഗുണിച്ചു നോക്കാതെ പറയുക. അപ്പോൾ ഇവിടെ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ നോക്കൂ, നമുക്ക് ഇത്രയും തന്നിട്ടുണ്ട്. 1234 ഇൻറ്റു 56 ഈക്വൽ 69,104 എന്ന് തന്നിട്ടുണ്ട്. ഇനിയും കുറച്ച് 4 പ്രോബ്ലംസ് തന്നിട്ടുണ്ട്. അത് മൾട്ടിപ്ലൈ ചെയ്യാതെ ആൻസർ എഴുതുക. ഇവിടെയും 1234 ഇൻറ്റു 56ൻ്റെ രൂപങ്ങൾ തന്നെയാണ്, പക്ഷേ അവിടെ ഡെസിമൽ ഫോംസ് തന്നിട്ടുണ്ട്. ഡെസിമൽ അപ്പോൾ പോയിൻ്റ് കഴിഞ്ഞിട്ട് എത്ര ഡിജിറ്റ് ഉണ്ട് എന്ന് നോക്കിയിട്ടാണ് നമ്മളിത് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, 1.234 ഇൻറ്റു 56 ഈക്വൽ ഈ മുകളിൽ കിടക്കുന്ന 69,104 തന്നെയാണ് ആൻസർ. അത് എഴുതുക. അതിനുശേഷം പോയിൻ്റ് കഴിഞ്ഞിട്ട് എത്ര ഡിജിറ്റ് ഉണ്ടെന്ന് നോക്കുക. ഇവിടെ 3 ഡിജിറ്റ് അല്ലേ, ഇവിടെ ഒന്നുമില്ല. അപ്പോൾ മൊത്തം 3 ഡിജിറ്റ്. റൈറ്റ് സൈഡിൽ നിന്നും 1 2 3 3 എണ്ണിയിട്ട് ഇവിടെ പോയിൻ്റ് ഇടണം. അപ്പോൾ ആൻസർ 69.104. നെക്സ്റ്റ് നോക്കൂ, 12.34 ഇൻറ്റു 5.6 ഈക്വൽ ആൻസർ അത് തന്നെയാണ് 69,104 എന്ന് എഴുതിയതിന് ശേഷം ഇവിടെ നോക്കൂ, പോയിൻ്റ് കഴിഞ്ഞ് 2 ഡിജിറ്റ്, അതുപോലെ ഇവിടെ 1 ഡിജിറ്റ്. അപ്പോൾ മൊത്തം 3 ഡിജിറ്റ്. ഇവിടെ 1 2 3 3 ഡിജിറ്റ് കഴിഞ്ഞിട്ട് ഇവിടെ പോയിൻ്റ് ഇടണം. അപ്പോൾ ആൻസർ 69.104. മുകളിലുള്ള അതേ ആൻസർ തന്നെയാണ് ഇവിടെ കിട്ടിയത്. അടുത്ത മൂന്നാമത്തത് നോക്കൂ, 123.4 ഇൻറ്റു 0.56 ഈക്വൽ ആൻസർ അത് തന്നെയാണ് 69,104 എന്ന് എഴുതിയതിന് ശേഷം ഇവിടെ നോക്കണം. ഇവിടെ പോയിൻ്റ് കഴിഞ്ഞ് 1 ഡിജിറ്റാണ്, ഇവിടെ പോയിൻ്റ് കഴിഞ്ഞ് 2 ഡിജിറ്റാണ്, 3 ഡിജിറ്റാണ് മൊത്തം. അപ്പോൾ 1 2 3 3 ഡിജിറ്റ് കഴിഞ്ഞിട്ട് ഇവിടെ പോയിൻ്റ് ഇടുക. അപ്പോൾ ഈ മുകളിൽ ഉള്ള ആൻസർ തന്നെയാണ് ഇവിടെയും കിട്ടിയത്, 69.104. ഫോർത്ത് പ്രോബ്ലം, 1234 ഇൻറ്റു 0.056 ആൻസർ എഴുതിയതിന് ശേഷം മുകളിലുള്ള അതേ ആൻസർ തന്നെയാണ് എഴുതിയതിന് ശേഷം ഇവിടെ നോക്കൂ, ഇവിടെ ഒരു പോയിൻറ്റും ഇല്ല, ഇവിടെ പോയിൻ്റ് കഴിഞ്ഞിട്ട് 3 ഡിജിറ്റ്. അപ്പോൾ 1 2 3 ഡിജിറ്റ് കഴിഞ്ഞിട്ട് ഇവിടെ പോയിൻ്റ് ഇടുക. അപ്പോൾ മുകളിലുള്ള എല്ലാ ആൻസറും സെയിം ആണ് അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ, like this, how many products can you find which gives 6.9104? 1234 into 56 equals 69,104. ഇതുപോലെ 6.9104 ഉത്തരം കിട്ടുന്ന എത്ര ഗുണനഫലങ്ങൾ കണ്ടുപിടിക്കാം? നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ്. 1234 ഇൻറ്റു 56 ഈക്വൽ 69,104. ഇത് നമുക്ക് 6.9104 എന്ന ആൻസർ കിട്ടുന്ന രീതിയിൽ ഈ ക്വസ്റ്റ്യനിൽ എങ്ങനെ ഡെസിമൽ പോയിൻ്റ് ഇടാം എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ഇങ്ങനെ ചെയ്ത് നോക്കാം. 0.1234 ഇൻറ്റു 56 അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ആൻസർ കിട്ടും. 69,104 എഴുതിയതിന് ശേഷം നോക്കൂ, ഇവിടെ പോയിൻ്റ് കഴിഞ്ഞ് 4 ഡിജിറ്റ് ഉണ്ടല്ലോ. അതുപോലെ ഇവിടെ റൈറ്റ് സൈഡിൽ നിന്ന് 1 2 3 4 ഡിജിറ്റ് മാറ്റിയിട്ട് ഇവിടെ ഒരു പോയിൻ്റ് ഇടാം. അപ്പോൾ 6.9104 എന്ന് കിട്ടും. അതുപോലെ ഇതേ ആൻസർ കിട്ടാൻ ഇനി എന്ത് ചെയ്യാം? ഇങ്ങനെ എഴുതി നോക്കാം. 1.234 ഇൻറ്റു 5.6 ആൻസർ എഴുതുക. അതിനുശേഷം നോക്കൂ, ഇവിടെ പോയിൻ്റ് കഴിഞ്ഞ് 3 ഡിജിറ്റ്, ഇവിടെ പോയിൻ്റ് കഴിഞ്ഞ് 1 ഡിജിറ്റ്. അപ്പോൾ മൊത്തം 4 ഡിജിറ്റ് മാറ്റി നമുക്ക് പോയിൻ്റ് ഇടാം. 1 2 3 4 കണ്ടില്ലേ. അപ്പോൾ അതേ ആൻസർ കിട്ടി, 6.9104. അടുത്തത് നോക്കൂ, വേറൊരു രീതിയിൽ എഴുതാം. 12.34 ഇൻറ്റു 0.56 ഇങ്ങനെ എഴുതിയാലും ഈ ആൻസർ തന്നെയാണ് കിട്ടുന്നത്. അടുത്ത നോക്കൂ, 123.4 ഇൻറ്റു 0.056 അപ്പോഴും ആൻസർ സെയിം ഇത് തന്നെയാണ്.
1234 ഇൻറ്റു 0.0056 ഇങ്ങനെ എഴുതിയാലും നമുക്ക് ആൻസർ ഇത് കിട്ടും. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ എങ്ങനെ നമ്മൾ ഡെസിമൽ പോയിൻ്റ് ഇടുമ്പോൾ ആൻസർ ഇതേ സെയിം കിട്ടും എന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ. സെക്കൻഡ് പ്രോബ്ലം. In the following products, how many of them give the same product as 1.234 into 5.67? ചുവടെയുള്ള ഗുണനങ്ങളിൽ 1.234 ഇൻറ്റു 5.67 എന്ന ഗുണനഫലം തന്നെ കിട്ടുന്നവ ഏതെല്ലാമാണ്? നോക്കൂ, അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഈ 1.234 ഇൻറ്റു 5.67. അപ്പോൾ ഇതിൻ്റെ പ്രോഡക്റ്റ് ഒരു ആൻസർ കിട്ടുമ്പോൾ അതിൽ അതേ ആൻസർ ഇതിൻ്റെ ഒരു ആൻസർ കിട്ടുമല്ലോ. അപ്പോൾ അതിൽ നമ്മൾ നോക്കൂ 1 2 3 ഇവിടെ പോയിൻ്റ് കഴിഞ്ഞിട്ട് 2 ഡിജിറ്റ് 4 5, അപ്പം മൊത്തം 5 ഡിജിറ്റ് മാറ്റിയിട്ട് പോയിൻ്റ് ഇടാം അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏതൊക്കെ ചെയ്യുമ്പോൾ ഇതിൻ്റെ സെയിം പ്രോഡക്റ്റ് കിട്ടും, ഇതുപോലത്തെ ആൻസർ സെയിം ആൻസർ കിട്ടും എന്ന് നോക്കുക. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ പോയിൻ്റ് കഴിഞ്ഞ് 2 ഡിജിറ്റ്, ഇവിടെ പോയിൻ്റ് കഴിഞ്ഞിട്ട് 3 ഡിജിറ്റ്. അപ്പം മൊത്തം നമുക്കിതിലൊരു ആൻസർ ഉണ്ടെങ്കിൽ അതിൽ നമ്മൾ എത്ര ഡിജിറ്റ് മാറ്റിയിട്ടാണ് പോയിൻ്റ് ഇടുന്നത്? 1 2 3, ഇവിടെ 4 5 ഡിജിറ്റ് മാറ്റിയിട്ടാണ് ഡെസിമൽ പോയിൻ്റ് ഇടുന്നത്. ക്വസ്റ്റ്യനിലും അങ്ങനെ തന്നെയാണല്ലോ. പോയിൻ്റ് കഴിഞ്ഞ് ഇവിടെ 3 ഇവിടെ 2, അപ്പം മൊത്തം 5 ഡിജിറ്റ് ഇവിടെ ഉണ്ട്, ഇതിലും 5 ഡിജിറ്റ് കിട്ടുന്നുണ്ട് ആൻസറിൽ. അപ്പോൾ ഇത് കറക്റ്റാണ്. നെക്സ്റ്റ് നോക്കൂ, 1.234 ഇൻറ്റു 567. ഇവിടെ മാത്രമേ ഉള്ളൂ പോയിൻ്റ് കഴിഞ്ഞ് 3 ഡിജിറ്റ്സ്, ഇവിടെ ഒന്നുമില്ല. അപ്പം മൊത്തം ഇവിടെ 3 ഡിജിറ്റേ ഉള്ളൂ, നമുക്ക് 5 ഡിജിറ്റ് വേണം അല്ലേ. അപ്പോൾ ഇത് തെറ്റാണ്. 0.1234 ഇൻറ്റു 5.67. ഇവിടെ നോക്കൂ, പോയിൻ്റ് കഴിഞ്ഞിട്ട് 1 2 3 4 ഡിജിറ്റ് ഉണ്ട്, ഇവിടെ 2 ഡിജിറ്റ് ഉണ്ട്, അപ്പം മൊത്തം 6 ഡിജിറ്റ് ഉണ്ട്. നമുക്ക് 5 ഡിജിറ്റ് മതി. ഇവിടെ 3 ഇവിടെ 2 അല്ലേ, 5 ഡിജിറ്റാണ് വേണ്ടത്. അപ്പോൾ 6 ഡിജിറ്റാണിത്, ഇത് വേണ്ട, തെറ്റാണ്. 1.234 ഇൻറ്റു 56.7. ഇവിടെ നോക്കൂ, 3 ഡിജിറ്റ് ഇവിടെ 1, മൊത്തം 4 ഡിജിറ്റാണുള്ളത്, അത് തെറ്റാണ്. നമുക്ക് 5 ഡിജിറ്റാണ് വേണ്ടത്. 123.4 ഇൻറ്റു 0.0567. ഇവിടെ മൊത്തം 4 ഡിജിറ്റ്, ഇവിടെ 1 ഡിജിറ്റ്, അപ്പോൾ 5 ഡിജിറ്റ് വരുന്നു. ക്വസ്റ്റ്യനിൽ നമുക്ക് 5 ഡിജിറ്റാണ് പോയിൻ്റ് കഴിഞ്ഞ് വേണ്ടത്. അപ്പോൾ ഇത് കറക്റ്റാണ്. അപ്പോൾ ഫസ്റ്റ് വണ്ണും ലാസ്റ്റ് വണ്ണുമാണ് കറക്റ്റ് ആൻസർ. ഫൈൻഡ് ദ ഗ്രേറ്റസ്റ്റ് ആൻഡ് ദ ലീസ്റ്റ് പ്രോഡക്ട്സ് ഫ്രം ദ ഫോളോയിങ്. 5 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും വലിയ ഗുണനഫലവും ഏറ്റവും ചെറിയ ഗുണനഫലവും കണ്ടുപിടിക്കുക. അപ്പോൾ നെക്സ്റ്റ് 5 പ്രോബ്ലംസ് തന്നിട്ടുണ്ട്. അതിൻ്റെ ആൻസർ എഴുതിയതിന് ശേഷം അതിൽ ഗ്രേറ്റസ്റ്റ് ആൻഡ് ലീസ്റ്റ് പ്രോഡക്റ്റ്, ഏറ്റവും വലിയ ഗുണനഫലവും ചെറിയ ഗുണനഫലവും കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം നോക്കൂ, ഫസ്റ്റ് വൺ 0.11 ഇൻറ്റു 0.11. അത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. 11 ഇൻറ്റു 11 ഇട്ടിട്ട് ചെയ്തതിന് ശേഷം അതിൽ ഈ ഇവിടെ നോക്കൂ, പോയിൻ്റ് കഴിഞ്ഞ് 2 ഡിജിറ്റ്, ഇവിടെ പോയിൻ്റ് കഴിഞ്ഞ് 2 ഡിജിറ്റ്, അപ്പോൾ 4 ഡിജിറ്റ് എഴുതണം. 4 ഡിജിറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ പോയിൻ്റ് ഇടേണ്ടത്. 1 2 3 4 കണ്ടില്ലേ, ഇവിടെ പോയിൻ്റ് വരണം. അപ്പോൾ പോയിൻ്റ് മുന്നേ ഒരു നമ്പറും ഇല്ല, അപ്പോൾ നമുക്കവിടെ 0 ഇടാം. അടുത്തത് നോക്കൂ, 1.1 ഇൻറ്റു 1.1. അപ്പോൾ 1.1 നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് 11 ഇൻറ്റു 11 ഇട്ട് ചെയ്താൽ മതി. അപ്പോൾ 121 കിട്ടും. അതിനുശേഷം ഇവിടെ പോയിൻ്റ് കഴിഞ്ഞ് 1 ഡിജിറ്റ്, ഇവിടെ പോയിൻ്റ് കഴിഞ്ഞ് 1 ഡിജിറ്റ്, മൊത്തം 2 ഡിജിറ്റ്, 1 2 ഡിജിറ്റ് കഴിഞ്ഞ് ഇവിടെ പോയിൻ്റ് ഇടാം. അപ്പോൾ 1.21 ആണ് ആൻസർ കിട്ടുന്നത്. അടുത്തത് 1.01 ഇൻറ്റു 1.01. 101 ഇൻറ്റു 101 ഇട്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം ആൻസർ ഇവിടെ എടുത്ത് എഴുതുക. അതിനുശേഷം അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 10,201 എന്നാണ് കിട്ടുന്നത്. എന്നിട്ട് പോയിൻ്റ് എങ്ങനെ ഇടാം? ഇവിടെ പോയിൻ്റ് കഴിഞ്ഞ് 2 ഡിജിറ്റ്, ഇവിടെ പോയിൻ്റ് കഴിഞ്ഞ് 2 ഡിജിറ്റ്, അപ്പോൾ മൊത്തം 4 ഡിജിറ്റ്, 1 2 3 4 ഡിജിറ്റ് കഴിഞ്ഞിട്ട് ഇവിടെ പോയിൻ്റ് ഇടണം. അപ്പോൾ 1.0201 എന്ന് കിട്ടും. അടുത്തത് നോക്കൂ, 0.101 ഇൻറ്റു 1.1. ഇത് 101 ഇൻറ്റു 11 ഇട്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആൻസർ ഇതാണ്. ഇവിടെ പോയിൻ്റ് കഴിഞ്ഞ് 3 ഡിജിറ്റ് ഉണ്ട്, ഇവിടെ പോയിൻ്റ് കഴിഞ്ഞ് 1 ഡിജിറ്റ്, അപ്പോൾ മൊത്തം 4 ഡിജിറ്റ്, 1 2 3 4. ഇവിടെ പോയിൻ്റ് ഇട്ടതിന് ശേഷം മുന്നേ ഒരു നമ്പറും ഇല്ലല്ലോ, അപ്പോൾ അവിടെ ഒരു 0 ഇടാം. ഇനി അടുത്തത് നോക്കൂ,
10.1 ഇൻറ്റു 0.101. അപ്പോൾ 101 ഇൻറ്റു 101 ഇട്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം ആൻസർ എഴുതുക. ഇവിടെ നോക്കൂ, പോയിൻ്റ് കഴിഞ്ഞ് 1 ഡിജിറ്റ്, ഇവിടെ പോയിൻ്റ് കഴിഞ്ഞ് 3 ഡിജിറ്റ്, അപ്പോൾ മൊത്തം 4 ഡിജിറ്റ്. 1 2 3 4 ഡിജിറ്റ് കഴിഞ്ഞിട്ട് ഇവിടെ പോയിൻ്റ് ഇടണം. അപ്പോൾ 1.0201 കിട്ടും. അപ്പോൾ ഇതിൽ ഗ്രേറ്റസ്റ്റ് ഏറ്റവും വലുത് ഏതെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? പോയിൻറ്റിന് മുന്നേ നോക്കൂ, ഇവിടെ 0, ഇതിൽ പോയിൻറ്റിന് മുന്നേ 1, ഇത് 1, ഇവിടെ പോയിൻറ്റിന് മുന്നേ 0, പോയിൻറ്റിന് മുന്നേ 1. അപ്പോൾ ഗ്രേറ്റസ്റ്റ് എപ്പോഴും പോയിൻറ്റിന് മുമ്പ് 0ക്കാട്ടിലും 1 വലുതാണല്ലോ. അപ്പോൾ 0 ഉള്ളത് നമുക്ക് നോക്കണ്ട, 1 വരുന്നത് നോക്കുക. ഇതൊന്ന്, ഇത് ഇതിൽ ഏറ്റവും വലുത് എങ്ങനെ കണ്ടുപിടിക്കും? 1 പോയിൻ്റ് കഴിഞ്ഞിട്ട് നോക്കൂ, 2 ആണ്. ഇവിടെ 1.0, അപ്പോൾ 0യെക്കാട്ടിലും 2 വലുത് തന്നെയാണ് അല്ലേ. ഇവിടെയും 1.0 ആണ്. ഇവിടെ 1.0, ഇവിടെയും 1.0 ആണ്. ഇവിടെ 1.2 ആണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഏറ്റവും വലുത്, വലിയ ഗുണനഫലം, ഗ്രേറ്റസ്റ്റ് പ്രോഡക്റ്റ്. അപ്പോൾ ഇത് എഴുതരുത്. 1.1 ഇൻറ്റു 1.1, 1.21. ഇതാണ് ഗ്രേറ്റസ്റ്റ് പ്രോഡക്റ്റ്. ഇനി ലീസ്റ്റ് ചെറുത് നോക്കൂ, പോയിൻറ്റിന് മുന്നേ 0 ഉള്ളത് 2 എണ്ണം ഉണ്ട്. ഇതാണ് ചെറുത്. ഇതിലും ഏറ്റവും ചെറുത് ഏതാണ്? 0 പോയിൻ്റ് കഴിഞ്ഞിട്ട് ഇതിൽ 0 ആണ്, ഇതിൽ 0.1 ആണ്. അപ്പം പോയിൻ്റ് കഴിഞ്ഞ് 1 വരുന്നത് വലുതാണ്, പോയിൻ്റ് കഴിഞ്ഞ് 0 വരുന്നത് ചെറുതാണ്. അപ്പം ഇതാണ് ലോവസ്റ്റ്. 0.11 ഇൻറ്റു 0.11, 0.0121. ഇതാണ് ലീസ്റ്റ് പ്രോഡക്റ്റ്. ഓക്കെ, ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. ക്ലാസ് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.